നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂരിൽ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ തീരുമാനം. ജയപ്രകാശ് നാരായണൻ അനുസ്മരണ സമ്മേളനം നടത്തി. വോട്ട് നമ്മുടെ മൗലികാവകാശമാണ്, അത് പാഴാക്കരുത്. വേറിട്ട ക്യാമ്പയിനുമായി കേപുരം BR നായനാർ സ്മാരക ഗ്രന്ഥാലയം. അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പോസ്റ്റൽ വോട്ടെടുപ്പ് ഇന്നുകൂടി. അണികൾക്ക് ആവേശം പകർന്ന് നിവേദിതയുടെ റോഡ് ഷോ. KS ഹംസയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി LDF നന്നമ്പ്ര പഞ്ചായത്ത് റാലി നടന്നു. വിശദമായ വാർത്തകൾ. ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഏപ്രിൽ 24-ാം തീയതി നഗരം കേന്ദ്രീകരിച്ചുള്ളതും ജനത്തിരക്കുള്ള ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ളതുമായ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ തിരൂർ DYSP PP ഷംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. അതിൻ്റെ അതിർത്തിയിൽ നമ്മൾ 24-ാം തീയതിയുള്ള സാധാരണ തീയതി വരെയുള്ള ഈ കൊട്ടിക്കലാശം നമ്മുടെ ലിമിറ്റിൽ വർഷങ്ങളായിട്ടില്ല. അത് ഈ വർഷവും അത് വേണ്ടാമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രീകൃതമായ യാതൊരു തരത്തിലുള്ള പ്രചരണ പരിപാടികളും ആ ദിവസം ഉണ്ടാകുന്നതല്ല. അതുകൂടാതെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഉണ്ട്. ഇവിടെ അവരുടെ ലീഡേഴ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാൻ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അനൗൺസ്മെൻറ്റിന് സാങ്ഷൻ കൊടുത്തിട്ടുള്ള വാഹനങ്ങളിൽ എവിടെയെങ്കിലും നിർത്തി പ്രസംഗിക്കുകയോ അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല. അത്തരം സാങ്ഷൻ അല്ല അതിന് കൊടുത്തിട്ടുള്ളത്. അത് പാലിക്കാനായിട്ടും തീരുമാനമായിട്ടുണ്ട്. ഒരു സ്ഥലത്തും നിർത്തി ഒരു പ്രചരണം നടത്തുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ടൗണുകളിലേക്ക് വന്ന് ഒരു കൊട്ടിക്കലാശം എന്നുള്ള രൂപത്തിൽ ഒരു പ്രചരണവും അന്നേ ദിവസം ഉണ്ടാകുന്നതല്ല. അതായത് പ്രാദേശിക തലങ്ങളിൽ അനൗൺസ്മെൻറ്റ് നടത്തി മറ്റ് പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ മാത്രം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് അനുമതി ലഭിച്ചിട്ടുള്ള വാഹന പ്രചരണങ്ങൾ ടൗണുകൾ കേന്ദ്രീകരിക്കുകയോ പ്രത്യേക സ്ഥലത്ത് നിർത്തി പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല. പ്രാദേശിക സ്ഥലങ്ങൾ ഉൾക്കൊണ്ട് വാഹന പ്രചരണം നടത്തേണ്ടതാണ്. വാഹന പ്രചരണങ്ങൾ റോഡുകളിൽ നിന്നും പ്രധാന ജംഗ്ഷനുകളിൽ വന്ന് പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. യോഗത്തിൽ തിരൂർ ഇൻസ്പെക്ടർ MK രമേശ്, SI ഷിജോ, C തങ്കച്ചൻ, SI ക്ലീറ്റസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കൂട്ടായി ബഷീർ, NT വാസു, ഹനീഫ മാസ്റ്റർ, ഷുക്കൂർ കൂട്ടായി, അബ്ദുൾ ഫുക്കാർ, അജേഷ്, ശശി കറുകയിൽ, ബാബുരാജ്, പിൻപുറത്ത് ശ്രീനിവാസൻ, കക്കോടി മൊയ്തീൻ, MA റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ. തിരൂരിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും തിരൂർ പ്രകാശ് ഗ്യാസ് ഏജൻസി ഉടമയുമായിരുന്ന വട്ടത്താണിയിലെ ഏറഞ്ചേരി ജയപ്രകാശ് നാരായണൻ നാടിനോട് വിട ചൊല്ലിയിട്ട് 1 വർഷം തികഞ്ഞു. ഇദ്ദേഹത്തിന്റെ അനുസ്മരണ യോഗം തിരൂർ പ്രകാശ് ഗ്യാസ് ഏജൻസീസ് ഓഫീസിന് സമീപം JP മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. അങ്ങനെ ഒരു വലിയ കുടുംബത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ വട്ടത്താണി പ്രദേശത്തിൻ്റെ ഒരു വലിയ ഒരുപാട് കുടുംബങ്ങളെ ഇന്ന് കണ്ണു ചേർക്കാൻ കഴിയുന്ന ഈ സ്ഥാപനത്തിന്
ഇതിൻ്റെയൊക്കെ തുടക്കത്തിന് എത്രയോ മുമ്പ് മുതൽ അന്ന് JP എന്നുള്ള പേരിൽ മാത്രം അറിയപ്പെടുന്ന ജയപ്രകാശിനെയാണ് എൻ്റെ ജ്യേഷ്ഠന്മാരുടെ സഹപാഠി എന്നുള്ള നിലയ്ക്ക് സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് അന്നത്തെ അറിവൊക്കെ. ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് പണ്ട് നമ്മുടെ മാധവൻ നായരുടെ കെട്ടിടത്തിൽ തുടങ്ങിയ ഒരു ക്ലബ്ബ് നാസനോട് ഇരിക്കുന്നുണ്ട്. ജയപ്രകാശ് നാരായണൻ അനുസ്മരണ സമ്മേളനം നടത്തി. താനാളൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ ഗോപിനാഥൻ നായർ, കെ ചന്ദ്രമോഹൻ, PM അഷ്റഫ്, സുഷമ ജയപ്രകാശ്, ഡോക്ടർ MN അബ്ദുറഹിമാൻ, അഡ്വക്കേറ്റ് M വിക്രംകുമാർ, ഗീതാ മാധവൻ, പാറപ്പുറത്ത് അലി, PT ജയദേവൻ, അഡ്വക്കേറ്റ് രവി, കെ ബാലസുബ്രഹ്മണ്യൻ, M ഗോപിനാഥൻ, ഹരിദാസൻ എന്നിവർ പ്രസംഗിച്ചു. ബ്രിട്ടൻ ന്യൂസ്, തിരൂർ. കേപുരം VR നായനാർ സ്മാരക ഗ്രന്ഥാലയം വോട്ട് നമ്മുടെ മൗലിക അവകാശമാണ്, അത് പാഴാക്കരുത് എന്ന ക്യാമ്പയിൻ നടത്തി. ബാലസംഘം സംസ്ഥാന സെക്രട്ടറി N ആദിൽ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമുക്കറിയാം, വെള്ളിയാഴ്ച ദിവസമാണ് വോട്ടവകാശം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായും വിശ്വാസികളുടെ ആളുകൾ കൂട്ടത്തിലുണ്ട്. വെള്ളിയാഴ്ച ജുമായുള്ള ദിവസമാണ്. അപ്പൊ സ്വാഭാവികമായും ചില ആളുകളെങ്കിലും ജുമായുള്ള ദിവസമായതുകൊണ്ട് ചിലപ്പോൾ വോട്ട് ചെയ്യാൻ വന്നില്ല എന്ന് വരാം. പക്ഷേ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബാംഗങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയണം. നമ്മുടെ സുഹൃത്തുക്കളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയണം. അത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന എല്ലാവരോടും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി കഴിയണം. അത് വോട്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആർക്കാണ് രേഖപ്പെടുത്തേണ്ടതെന്നുള്ള രാഷ്ട്രീയവും കൂടി നമുക്ക് അവരോട് പറയാൻ വേണ്ടി കഴിഞ്ഞാലാണ് നമ്മുടെ വോട്ട് യഥാർത്ഥത്തിലുള്ള വോട്ടുകളായി രേഖപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശീലിക്കാൻ കഴിയാം. വലിയ സമരങ്ങളുടെ വേലിയേറ്റമുണ്ടായ ഒരു കാലഘട്ടം. കർഷക സമരം നടന്നു, സ്ത്രീകളുടെ വലിയ സമരം നടന്നു, കുട്ടികളുടെ സമരം നടന്നു, വിദ്യാഭ്യാസ മേഖലയിൽ സമരം നടന്നു. വോട്ട് നമ്മുടെ മൗലിക അവകാശമാണ്, അത് പാഴാക്കരുത്. വേറിട്ട ക്യാമ്പയിനുമായി കേപുരം VR നായനാർ സ്മാരക ഗ്രന്ഥാലയം. VP അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. ഗായിക സാജിദ ഗാനങ്ങൾ അവതരിപ്പിച്ചു. P കൃഷ്ണൻ, PP ബാലകൃഷ്ണൻ, വിജുല, നുസൈബ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ഗ്രന്ഥശാല സെക്രട്ടറി VV സത്യാനന്ദൻ സ്വാഗതവും ലൈബ്രറിയൻ ബബിന നന്ദിയും പറഞ്ഞു. ബ്രിട്ടൻ ന്യൂസ്, താനൂർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ ഇന്നുകൂടി അവസരം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയങ്ങളിൽ തിരിച്ചറിയൽ രേഖയുമായി എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്റ് കോൺഫറൻസ് ഹാളുമാണ് വോട്ടെടുപ്പ് കേന്ദ്രമായി സജ്ജീകരിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ദിവസം ഡ്യൂട്ടിയിലുള്ള പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ നൽകിയവർക്കുള്ള വോട്ടെടുപ്പ് ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി ഇതേ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയങ്ങളിൽ തിരിച്ചറിയൽ രേഖയുമായി എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ബ്രിട്ടൻ ന്യൂസ്, മലപ്പുറം. പൊന്നാനി മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ റോഡ് ഷോ ആവേശമാക്കി അണികൾ. ചിറമംഗലത്തും നിന്നും ആരംഭിച്ച റോഡ് ഷോ പരപ്പനങ്ങാടിയിൽ അവസാനിച്ചു. കേന്ദ്രമന്ത്രി ജനറൽ VK സിംഗ് റോഡ് ഷോയിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു. ഇരുചക്ര വാഹനങ്ങളിലും കാൽനടയുമായി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി മോദി സർക്കാരിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. ഭാരതത്തിനും ഭാരതീയർക്കും ആവശ്യമായ പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പാക്കുന്നതെന്നും നിവേദിത പറഞ്ഞു. മലപ്പുറം ജില്ലാ BJP പ്രസിഡന്റ് രവി തേലർ, BJP സംസ്ഥാന സമിതി അംഗം K ജനചന്ദ്രൻ മാസ്റ്റർ, മലപ്പുറം ജില്ലാ സെക്രട്ടറി TP ഗണേശൻ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ, വൈസ് പ്രസിഡന്റ് അജിത അരവിന്ദൻ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ നേതാക്കളായ ഹുസൈൻ വരിക്കോട്ട്, റാഫി പരപ്പനങ്ങാടി, അലി പുത്തനത്താണി, ഹനീഫ താനൂർ തുടങ്ങിയവർ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ബ്രിട്ടൻ ന്യൂസ്, പൊന്നാനി. പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K സംസരുടെ പ്രചരണത്തിന്റെ ഭാഗമായി LDF നന്നമ്പ്ര പഞ്ചായത്ത് റാലി നടന്നു.
കുണ്ടൂർ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച റാലി ചെറുമുക്കിൽ സമാപിച്ചു. ഇന്നും അവർ ഉയർത്തിപ്പിടിക്കുന്ന വിചാരധാരയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട് RSSന്റെ സ്വപ്നത്തിലെ ഇന്ത്യയുടെ പ്രത്യേകത. അവർ സ്വപ്നം കാണുന്ന ഇന്ത്യയെക്കുറിച്ച് അതിൽ പറയുന്നത് രാജ്യത്തിന്റെ ഭീഷണി ആണ് മുസ്ലിങ്ങൾ എന്നാണ്. വിചാരധാരയുടെ 19ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ആഭ്യന്തര ഭീഷണി 1 മുസ്ലിങ്ങൾ എന്നാണ്. 20ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ആഭ്യന്തര ഭീഷണി 2 ക്രിസ്ത്യാനികൾ എന്നാണ്. 21ാമത്തെ അധ്യായം ആഭ്യന്തര ഭീഷണി 3 കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ്. LDF നന്നമ്പ്ര പഞ്ചായത്ത് റാലിയെ തുടർന്ന് നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. KPK തങ്ങൾ അധ്യക്ഷയായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം VP സോമസുന്ദരൻ, നിയാസ് പുളിക്കലകത്ത്, K ഗോപാലൻ, K ബാലൻ, C ഷാഫി, PK മുഹമ്മദ് കുട്ടി, കമ്മു കൊടിഞ്ഞി, അഷ്റഫ്, ഹസൻ, ബാവ, EP സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു. P മോഹനൻ സ്വാഗതം പറഞ്ഞു. വെട്ടം ന്യൂസ് താനാളൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.